ഒന്നുമില്ല. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു, അത്രേ ഉള്ളൂ. ഏയ്, നിങ്ങൾ സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തോ? ഇന്ന് വൈകിട്ടായിക്കോട്ടെ. ഇന്ന് വൈകിട്ട് കുഴപ്പമില്ല, ഞാൻ ഫ്രീ ആണ്. പാറക്കോറിക്കെതിരെയോ? പിന്നെന്താ, ഞാൻ എൻ്റെ ലക്ഷ്യം ഇനി വലിയ വലിയ കുത്തകകളുണ്ടല്ലോ അവർക്കെതിരെ സമരം ചെയ്യുക എന്നുള്ളതാണ്. ശരി ശരി, വൈകുന്നേരം കാണാം. സ്വീകരണത്തിന് നിങ്ങൾ അറേഞ്ച് ചെയ്തോ? ഞാൻ എത്തിക്കോളാം സ്വീകരണത്തിന്. അതെ, സ്കൂളുകാരുടെ എൻ്റെ മുമ്പിൽ മുട്ട മടക്കി. അയ്യോ, ആ വാക്കൊന്നുണ്ടെന്ന് പറഞ്ഞ്. മെമ്പർ അമ്പളിക്കുട്ടാ, ഞാൻ ഈ വിരൽ മുറിച്ച് തരണോ മോതിരയുടെ? എന്റെ അളവുണ്ടാ കൊച്ചിലെ മുതലേ ഉള്ള അളവ് എന്റെ മറന്നില്ലല്ലോ. ഇല്ല, മറക്കാൻ പറ്റില്ലല്ലോ. അത് നന്നായി. നീ എന്തുവാടാ പറഞ്ഞേ? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ക്ലീറ്റസ് മനസ്സ് വെച്ചാണ്ടല്ലോ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും കേട്ടോ. അതാണ് ക്ലീറ്റസ്. നിന്നെ സമ്മതിക്കുന്നത്. സമ്മതിക്കണം. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അതെ, ഇനി ഇതുപോലെ കുറെ തറകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ആ തറകളെയും കൂടെ തറ പറ്റിച്ചാലേ അമ്പിളിക്കുട്ട എനിക്ക് സമാധാനമുള്ളൂ. എന്തായി അവിടെ? ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരുണ്ടായിരുന്നോ? എന്റെ തങ്കം, നീ വന്ന് കാണേണ്ടതായിരുന്നു. എന്റെ പ്രസംഗം തുടങ്ങിയതും പത്രക്കാരും ചാനലുകാരൊക്കെ ഏതൊക്കെ സൈഡിൽ നിന്ന് വന്നു. എനിക്ക് പിന്നെ ഫോട്ടോ എടുപ്പ് ഒരുപാട് പത്രത്തിലേക്ക് വരുന്ന ആളത്. പിന്നെ ചാനലിൽ വരുമെന്നോ? ഡാഡിയുടെ ഈ വിഷയം വെച്ച് ചർച്ച തന്നെ നടക്കണുണ്ട് ലൈവ്. നീ ഉണ്ടല്ലോ, ഇതുപോലത്തെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. നീ ചെയ്തില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ട് ചെയ്യിപ്പിക്കും. അത് എങ്ങനെ ചെയ്യിക്കണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എന്താടാ നീ അങ്ങനെ സംസാരിക്കണേ? അതെ അമ്പിളിക്കുട്ടാ, നീ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മുട്ടിലെഴയണേ ഉള്ളൂ. ഞാൻ വർഷങ്ങളായി ഇപ്പൊ വളർന്ന് പന്തലിച്ചൊരു പടി വൃക്ഷമായിട്ട് നിൽക്കുകയാണ്. എന്നെ നീ പഠിപ്പിക്കണ്ട കേട്ടോ. പിന്നെ നീ ഇപ്പൊ കണ്ടതൊക്കെ ഉണ്ടല്ലോ, വെറും കൊച്ചു പുഴയോളമുള്ള സംഭവങ്ങളാണ്. ഇനി കടലോളം ഉള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. അതിലുള്ള തിര വരുമ്പോ ഉണ്ടല്ലോ, നീയൊക്കെ അതിൽ പെട്ടുപോകും. നോക്കിക്കോളണം കേട്ടോ. പിന്നെ ഇനി നന്നായിട്ട് മനസ്സിലായി. പിന്നെ അളിയാ ഇങ്ങോട്ടോ, ഞാൻ ആ തിരയിൽ പെടാതെ നിന്നോളാം. ഈ പടുവർഷം എന്ന് പറയാതെ വളർന്ന് വരുന്നേ ഉള്ളൂ. പടുവർഷം ആവട്ടെ. നീ പടുവർഷം ആവണം. ആ ഈ 10 പേർക്ക് തണലാവണം. അത് തന്നെയാണ് എന്റെ ആവശ്യം. അല്ലാതെ ഇങ്ങനെ കിടന്നാ പോരാ. നിന്റെ അറിവില്ലായ്മയാണ് തങ്കം. എന്റെ പ്രസംഗം അങ്ങോട്ട് കേട്ടതുകൊണ്ടല്ലോ ബാലാവകാശ കമ്മീഷൻ കേസ് എടുത്തില്ലേ? അവർക്കെതിരെ ഇനി ഒരുപാട് നടപടികളുണ്ടാവും ആ സ്കൂളിനെതിരെ കേട്ടാ. അമ്മാവന്റെ സ്കൂളുണ്ടല്ലോ പൊട്ടും മിക്കവാറും. ശരി, തങ്കത്തിന് സന്തോഷായില്ലേ? എടി പിന്തിരിപ്പി മൂരാച്ചി, നീ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ വിചാരിച്ച വല്ല നടക്കുവോ? അപ്പൊ നടന്നത് കണ്ടോടി നടന്നത്. അതെ, ക്ലീറ്റോയെ പോലൊരു പ്രമുഖനെ ഇനിയെങ്കിലും ഒന്ന് അംഗീകരിച്ചൂടെ? അംഗീകരിച്ചിരിക്കുന്നു. ഞാൻ അതിനല്ലെങ്കിലും ക്ലീറ്റോനെ അംഗീകരിക്കാതെ ഇരുന്നിട്ടില്ല. ക്ലീറ്റോ മനസ്സ് വെക്കാത്തോണ്ടാണ്. മനസ്സ് വെച്ചാൽ ഇതല്ല ഇതുപോലുള്ള പല പ്രശ്നങ്ങൾക്ക് എന്നേ പരിഹാരം കണ്ടെന്ന് അറിയാമോ? അമ്പിളിക്കുട്ടൻ്റെ പാർട്ടിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, അവരെ അവിടെ എവിടെയെങ്കിലും ഒളിച്ചൊന്ന് നോക്കിട്ട് പോയിട്ടുണ്ടാവും. സെക്രട്ടേറിയറ്റിന്റെ വടിക്കൽ എന്നിട്ട് എന്റെ ഒരു ഒറ്റ തീപ്പരി പ്രസംഗം അപ്പൊ വന്ന് കൂടി പത്രക്കാരും ചാനലുകാരും ഒക്കെ. അതിലങ്ങോട്ട് കൂടി. പിന്നെ എന്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ വേറൊരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ച് ഞാൻ ഇപ്പൊ ഇവിടെ ആത്മഹത്യ ചെയ്യുന്നുള്ളൊരു ഭീഷണി. സംഗതി മണ്ണെണ്ണയൊന്നുമല്ല, അത് വെളിയിൽ പറയണ്ട. ഇച്ചിരി പെയിന്റ് കളർ കലക്കിയതാ. പക്ഷെ അതൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിപ്പോ എനിക്ക് ഇന്നിപ്പോ ഊതി തരണം. സ്കൂളുകാർ അവിടെ ഉടനെ തന്നെ വിവരം അറിയിച്ച് ഇല്ല, അവരതിൽ നിന്ന് പിന്തിരിഞ്ഞോളാം, ഒരു പ്രശ്നവും ഇല്ല, ഒരു പിള്ളേരെ ആ സ്കൂളിൽ നിന്ന് മാറ്റില്ല. അങ്ങനെ സമരം വിജയിച്ചു. ചില കാര്യങ്ങൾ എങ്ങനെയാണ്, നമ്മൾ അതിന്റെ രീതിക്ക് ചെയ്താൽ എല്ലാം നടക്കും. നമസ്കാരം, ഞാൻ സന്തോഷ്. അമൃത ചാനലിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളുടെ ആത്മവീര്യം കെടുത്തുന്ന സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളുടെ നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വാർത്തകൾ വിശദമായി. CBSE സിലബസുള്ള സ്കൂളുകളിൽ 10ാം ക്ലാസ്സിൽ 100% വിജയത്തിനു വേണ്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥികളെ നിർബന്ധപൂർവ്വം TC നൽകി വിടുന്നു. ഇതിൽ മനംനൊന്ത് കോട്ടയത്ത് ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി സ്കൂളുകളിലേക്ക് മാർച്ച് നടത്തി. ഈ വിഷയത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. എന്റെ തങ്കം, ഇപ്പൊ ഇതിനെതിരെ ഞാൻ സ്വമേധയാണല്ലോ പോയി മുന്നോട്ടിറങ്ങി പ്രതിഷേധിച്ചത്. അപ്പോ ഞാനിങ്ങനെ സ്വമേധയാ ഇത് ചെയ്തത് അറിഞ്ഞ കോടതി സമിതിയെ കേസെടുത്തു. അതാണ് എന്റെ സംഭവം. പിന്നെ അല്ല, ഞാനല്ല. അത് പിന്നെ പേര് അല്ലേന്ന് വിചാരിച്ചു.
Sabian